കണ്ണൂരിൽ OK വാസുവിന് നേരെ ബോംബേർ. OK വാസുവും ഗൺമാനും സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ കാറിന് നേരെയാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടെ ബോംബേർ ഉണ്ടായത്. പാനൂരിനടുത്ത് പൊയിലൂരിലാണ് സംഭവം. ബംഗളൂരുവിൽ നിന്ന് പൊയിലൂരിലെ വീട്ടിലേക്ക് വരികയായിരുന്ന വാസുവിന് നേരെ ഒരു സംഘം ബോംബ് എറിയുകയായിരുന്നു. എന്നാൽ അക്രമികളെ കണ്ട വാഹനം വെട്ടിച്ചതിനാൽ ബോംബ് റോഡിൽ വീണ് പൊട്ടിച്ചിതറി. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് പൊയിലൂരിൽ വെച്ച് OK വാസു സഞ്ചരിച്ച സ്കോർപിയോ കാറിന് നേരെ ബോംബേർ ഉണ്ടായത്. ബംഗളൂരുവിൽ നിന്ന് സെൻട്രൽ പൊയിലൂരിലെ വസതിയിലേക്ക് വരുന്നതിനിടെയാണ് ആക്രമണം. എന്നാൽ ആക്രമികളെ കണ്ട് വാഹനം വെട്ടിച്ചതിനാൽ ബോംബ് റോഡിൽ വീണ് പൊട്ടിച്ചിതറി. സമീപത്തെ മതിലിടിച്ച് വാഹനത്തിന് നേരിയ കേടുപാടുകളുണ്ടായി. നിസാര പരിക്കേറ്റ വാസുവും ഗൺമാനും തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. അതേസമയം പൊയിലൂരിൽ ഒരു CPIM പ്രവർത്തകന് വെട്ടേറ്റു. തൂവക്കുന്ന് സ്വദേശി NV വിജേഷിനാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിജേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ ഒരു കാൽ വെട്ടിമാറ്റിയ നിലയിലാണ്. BJP വിട്ട് CPIMലെത്തിയതിനെ തുടർന്ന് OK വാസുവിന് നേരെ വധഭീഷണിയുണ്ടെന്നും ഇത്തരം ആക്രമണങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹിന്ദു ഐക്യവേദി പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നും CPIM ആരോപിച്ചു. പാനൂരിൽ സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കുന്നോത്തുപറമ്പ്, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തുകളിൽ 2 ദിവസത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പൊയിലൂരിൽ CPIM ഹർത്താൽ ആചരിച്ചു. റിപ്പോർട്ടർ, കണ്ണൂർ.